കണ്ട 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 കൂറ കണ്ട കൂറ. ഇതൊരു മാസം പൊട്ടിക്കിടന്ന വീട്. ജനലെല്ലാം നോക്ക്. എന്താണിത്? എന്താ ഇത്? എന്താ ഇത്? എന്താ ഇത്? കണ്ട ജനലെല്ലാം നോക്കിയതാ പുഴുക്കളെല്ലാം ആയിട്ടുണ്ട്. കണ്ട എന്താ മുട്ടയിടാൻ തയ്യാറായിട്ടുണ്ട് ഒരാൾ. കണ്ടതാ കൊല്ലാനും മനസ്സ് വരുന്നില്ല. കൊല്ലുന്നുമില്ല, കൊല്ലാൻ പാടില്ലല്ലോ. ജീവിക്കട്ടെ, ജീവിക്കാൻ അർഹത എല്ലാവർക്കും ഉണ്ട്, ഓരോ ജീവിക്കുണ്ട്. ഇപ്പം തുടങ്ങാം പണി. ആ റൂമിൻ്റെ ബെഡെല്ലാം ഞാൻ ആദ്യം തന്നെ കൊണ്ട് വെയിലെത്തിട്ടു. ഇനി നമുക്ക് ക്ലീൻ ആക്കാനുള്ള ഫാന്, ആ ഫാനെല്ലാം നോക്കി എത്ര പൊടിയുണ്ട് നോക്കും, അതെല്ലാം എടുക്കണം, ക്ലീൻ ആക്കണം. സ്വിച്ച് ബോർഡെല്ലാം നോക്കി അത് ക്ലീൻ ആക്കണം. കണ്ടില്ലേ പൊടിയെല്ലാം, അടെല്ലാം പൊടിയുണ്ട്. ഇതാ മേലെല്ലാം ആ പൈപ്പ് ഇല്ല, ആ പൈപ്പിൻ്റെ മേൽഭാഗത്തെല്ലാം പൊടി കെട്ടി കിടക്കുന്നുണ്ട്. ഇത് ഗോദ്രേജ് കപ്പാട്ട്, അതിൻ്റെ ആ ബാക്ക് ഭാഗവും അടിഭാഗവും എല്ലാം ക്ലീൻ ആക്കണം. നിറച്ച് പൊടിയുണ്ട്. ആ ഫാനെല്ലാം കണ്ടില്ലേ, ഫാനിൻ്റെ ടോപ്പ്, ഇത് കപ്പാട്ടിൻ്റെ ബാക്ക് ഭാഗം നോക്ക്. ഇത് എങ്ങനെയുണ്ട് അതിൻ്റെ അടിഭാഗം നോക്ക്. അങ്ങോട്ടൊന്നും ചൂല് പോവില്ലല്ലോ. അതിൻ്റെ അടിഭാഗം എങ്ങനെയുണ്ട് നോക്കിക്കോളൂ. നമുക്ക് ക്ലീൻ ആക്കാൻ തുടങ്ങാം. ഇത് ഫാനിൻ്റെ നോക്കണ്ട എത്ര പൊടി വരുന്നത് നോക്ക്. ഫാനൊന്ന് അതെല്ലാം ക്ലീൻ ആക്കണം. പൊടിയെല്ലാം എടുത്തിട്ട് ഇത് ഈ ഫാനിൻ്റെ മേൽഭാഗം ആരും കാണുന്നില്ലല്ലോ, കാണാത്ത ഭാഗമല്ല, അതെല്ലാം ക്ലീൻ ആക്കണം. അല്ല എത്ര പൊടി നോക്കിയ റൂമിൽ. ഇങ്ങനെ പൊടി കയറിയിട്ടാണ് മക്കൾക്ക് കഫം കയറുന്നതും ഇതെല്ലാം വരും, അസുഖങ്ങൾ വരുന്നത് ഇത് ഈ പൊടി കൊണ്ട് മാത്രം. ഈ ഫാൻ ഇടുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ പൊടികളെല്ലാം മേലേക്ക് കയറി വരുമല്ലോ. അങ്ങനെ കയറി വരുന്നതാണ് നമ്മളെ അസുഖങ്ങൾ വരുത്തുന്നത് ഈ പൊടിയിലാണ്. ഡസ്റ്റ് അലർജി എന്ന് പറയുന്നില്ല, മക്കൾക്ക് എപ്പോഴും അലർജി മാറുന്നില്ല ഇപ്പോഴത്തെ കാലത്ത്. നല്ല മെയിൻ കാരണം ഈ പൊടിയാണ്. കണ്ട ലൈറ്റിൻ്റെ ബാക്കിൽ എത്ര പൊടി നോക്കിയാൽ. അതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കാം, ക്ലീനാക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ക്ലീനിങ്ങിൽ നമുക്ക് കോംപ്രമൈസ് ഇല്ല. അതെങ്ങനെയെങ്കിൽ ക്ലീനിങ് എന്ന് പറഞ്ഞെങ്കിൽ 100% ക്ലീനിങ് ആയിട്ട് ഞങ്ങൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങും. അതാണ് സ്മാർട്ട് ക്ലീനിങ് സർവീസസ്, ഞങ്ങളുടെ കംപ്ലീറ്റ് ക്ലീനിങ് സൊല്യൂഷൻസ്. പേര് പോലെ തന്നെ ഞങ്ങളതെന്നും നിലനിർത്താൻ ശ്രമിക്കും. നമ്മൾ പണിയെടുക്കുന്ന ഫുള്ള് വീഡിയോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. എല്ലാ വീഡിയോയും കാണിക്കണമെങ്കിൽ വീഡിയോ ലെങ്ത്ത് കുറേ കൂടുതലോ. ഒട്ടുമിക്ക വീടുകളിലും ജനലുകളെല്ലാം എന്ന് അടഞ്ഞു കിടക്കുന്നില്ലേ, അതൊന്ന് തുറന്ന് നോക്കണം. എത്ര പൊടിയുണ്ട് അതിൻ്റെ ഇടയിൽ നോക്കുക. ആ ജനലിൻ്റെ ആ ഒരു തുറന്ന് നോക്കിയാലേ മനസ്സിലാവും എത്ര പൊടിയുണ്ടെന്ന്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഗൂഗിൾ റിവ്യൂസിൽ നമുക്ക് എല്ലാ 5 സ്റ്റാർ ഉണ്ടെങ്കിലും ഒരു മാത്രം നെഗറ്റീവ് കമൻറ്റ് ഉണ്ട്. ആ നെഗറ്റീവ് കമൻറ്റ് അത് എങ്ങനെ വന്നു എന്ന് വെച്ചെങ്കിൽ, ഞങ്ങൾ ആ വീട് ക്ലീൻ ആക്കാൻ നോക്കാൻ പോയി. അവിടെ വാട്ടർ ടാങ്ക് ക്ലീൻ ആക്കി, എന്നിട്ട് ആ വീട് ക്ലീൻ ആക്കാൻ നോക്കുമ്പോൾ അവിടെ ഒന്നും ഒരു വലിയ പണിയൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വലിയ പണിയൊന്നും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയില്ല പണി. അവിടെ പോയിട്ട് എന്ത് പണിയെടുക്കുന്നതെന്ന് വിചാരിച്ചു. ശരിക്കും പണിയെടുക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ വീട് പണി എന്ന് പറയുന്നത് എളുപ്പത്തിൻ്റെ പണിയല്ല, നല്ല പണിയുള്ള പണിയാണ്. എടുത്തും കൊടുത്തും തീരാത്തൊരു പണിയാണ് വീട് പണി. അതുകൊണ്ട് വീട്ടിൽ പണിയെടുക്കുന്ന പെണ്ണുങ്ങളെ ഒന്ന് റെസ്പെക്ട് ചെയ്യണം. എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഒരു വട്ടമെങ്കിലും ഈ പണിയെടുത്ത് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വീട് പണി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല എന്ന്. കണ്ട ഇവിടെയായിരുന്നു ആ ഗോദ്രേജ് കപ്പാട്ട് ഉണ്ടായത്. ആ ഗോദ്രേജ് കപ്പാട്ട് കുറച്ച് നീക്കി വെച്ചപ്പോൾ കണ്ടില്ല, അതിൻ്റെ ആ ഗ്യാപ്പിൽ കെട്ടിക്കിടുന്ന ആ പൊടി കണ്ട് എത്ര ഉണ്ടെന്ന് കണ്ടു. ആ കപ്പാട്ടിൻ്റെ ബാക്ക് ഭാഗം നോക്കിയാൽ, എൻ്റെ ആ ഇടഭാഗം നോക്കി, അതെല്ലാം അങ്ങോട്ടൊന്നും ചൂല് പോകല്ല. എന്താ പറഞ്ഞാൽ അതിന് ശരിക്കുള്ള നമ്മളെ പോലത്തെ പ്രൊഫഷണൽ ക്ലീനിങ് പെണ്ണെന്ന് മാത്രമേ അത് ക്ലീൻ ആവും. നമുക്ക് വീട്ടിലുള്ള ഒരാൾ വിചാരിച്ചിരുന്നു ഇത് ക്ലീൻ ആക്കാൻ ഒരിക്കലും പറ്റില്ല. കണ്ടു ആ ഫാൻ കണ്ടു, ആ ഫാനിൽ എത്ര പൊടി കെട്ടിക്കിടക്കുന്നത് നോക്കിയാൽ. അപ്പോൾ ഞങ്ങൾ വീണ്ടും അതേ റൂമിൽ തന്നെ കിടന്നുണ്ടെങ്കിൽ ആ പൊടി റൂമിലുള്ള തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ശ്വസിച്ചിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് പോകും. അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് കഫം ഉണ്ടാവും, അസുഖങ്ങൾ വരും. എത്ര മരുന്നെടുത്താലും മാറാത്ത ഇതുകൊണ്ട് തന്നെ. തമാശ പറയുന്നതല്ല, ശരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കി മനസ്സിലാവും. ഞാൻ പറയുന്നത് വെറും ഒരു ബിസിനസ് തട്ടിപ്പല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതിപ്പോൾ ഞങ്ങളെ വിളിക്കണമെന്ന് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് തന്നെ വൃത്തിയാക്കാം. ശരിക്കും ഇപ്പോൾ നമ്മളെന്നെ വിളിച്ചെങ്കിൽ ഇപ്പോൾ എല്ലാവരും വിളിച്ചു നമുക്ക് പോകാൻ പറ്റുമെന്നില്ല. എന്നെങ്കിലും നിങ്ങൾക്ക് തന്നെ വൃത്തിയാക്കാം. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രം, ഒരു വീട്ടിൽ എത്രയെല്ലാം പൊടിയുണ്ട്, അത് ഏടെല്ലാം കെട്ടിക്കിടക്കുന്നുണ്ട്, അത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എൻ്റെ ഒരു വീഡിയോ. കണ്ട എക്സോസ്റ്റ് ഫാനിൽ ഇപ്പോൾ വൃത്തിയായില്ലേ. ശരിക്കും എക്സോസ്റ്റ് ഫാൻ എന്തിന് വെക്കുന്നത് പറഞ്ഞെങ്കിൽ റൂമിലെ പൊടി പുറത്ത് കളയാൻ വേണ്ടി വെക്കുന്ന ആ ഒരു സാധനമാണ് എക്സോസ്റ്റ് ഫാൻ. ആ എക്സോസ്റ്റ് ഫാനിൽ ആ എത്ര പൊടി വലിച്ചു വെച്ചിട്ടുണ്ട് നോക്കിയല്ലോ നിങ്ങളിപ്പോൾ. ആദ്യം ഉണങ്ങിയ ബ്രഷോ അല്ലെങ്കിൽ തുണിയോ കൊണ്ട് അതിൻ്റെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം ഒരു കുറച്ച് നനഞ്ഞൊരു തുണി കൊണ്ട് അതിൻ്റെ മേലെല്ലാം ഒന്ന് തുടക്കുമ്പോൾ അതിൻ്റെ പൊടിയെല്ലാം പോകും. ഏകദേശം എല്ലാ പൊടിയും പോകും. ഇപ്പോൾ ഫാനെല്ലാം ഇരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണെങ്കിൽ 10 ഫീറ്റ് 12 ഫീറ്റ് ഹൈറ്റിലാണെങ്കിൽ ഒരു സ്റ്റാൻഡ് വെച്ചെങ്കിൽ അതിൻ്റെ ഫാനിലേക്ക് നമുക്ക് എത്തും, ഫാൻ ലൈറ്റിങ്സിലേക്ക് എത്തും. ഇപ്പം നമ്മളെ വിളിച്ചെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ സാധനങ്ങളും കൊണ്ട് ഞങ്ങൾ വരും, എല്ലാം വൃത്തിയാക്കി പോകും. ഇപ്പോൾ ഈ കപ്പാട്ട് വൃത്തിയാക്കുന്നതിനൊരു കണ്ടില്ല, അതിൻ്റെ ഉള്ള എത്ര സാധനങ്ങൾ നോക്ക്. എല്ലാം ഓരോ സാധനങ്ങളും എടുത്ത് അതിൻ്റെ പൊടി തട്ടി ക്ലിയർ ആക്കിയിട്ട് അതിന് വെക്കും നമ്മൾ.
കംപ്ലീറ്റ് വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. എന്താ പറയുക, സ്പീഡാക്കി നിങ്ങളെ കാണിക്കുന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഷർട്ട് എടുത്തിട്ട് കാണുന്നുണ്ടല്ലോ, എനിക്ക് ആ വീട്ടിൽ ആളില്ലാത്ത കൊണ്ടാണ് ഷർട്ട് എടുത്തത്. എന്താ അതിൻ്റെ ചൂട് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഫാൻ ഇടാൻ പറ്റുന്നില്ല. എന്താ പറയുക, ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് ഫീദർ പോലത്തെ, അത് തൂവൽ പോലത്തെ സാധനം. അപ്പോൾ അത് വെയിറ്റ് ഇല്ല, അത് എങ്ങോട്ട് പറന്നുകൊണ്ടിരിക്കും. അതിനിട്ട് ഫാനൊന്നും ഇടാത്താണ് പണിയെടുക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഷർട്ട് എടുത്തത്. കാണുന്ന നിങ്ങളൊന്നും വിചാരിക്കണ്ട എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്. കൂറ കണ്ട കൂറ. പിന്നെ ഞങ്ങൾ പണിക്ക് പോകുന്നിടത്തുള്ള നമുക്ക് 8ൻ്റെ പണി തരുന്ന ഒരു സാധനമാണ് ഇതുപോലത്തെ ഫാന്. ഇതിന് ഗൾഫിൽ നിന്ന് വരുന്നത്, ഇവിടെ നിന്നല്ല വരുന്ന ഇങ്ങനത്തെ ഫാനെല്ലാം നമുക്ക് ചിലത് അയക്കാൻ പറ്റുന്നില്ല. ചിലത് അയക്കണമെങ്കിൽ അത്ര തന്നെ ടൈം എടുക്കേണ്ടി വരുന്നത്. റീഫിറ്റ് ചെയ്യണം. പണ്ടത്തെ പോലെ ക്ലിപ്പല്ലല്ലോ ഇപ്പോൾ, അതിനുള്ള സ്ക്രൂ അല്ല. ചില സ്ക്രൂ എവിടെ വെച്ചിരുന്നില്ല മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ എല്ലാം ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ക്ലീൻ ആക്കി തരാം, അതിനുള്ള എക്സ്പെൻസ് നിങ്ങൾ തന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് അയക്കാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്തു തന്നെങ്കിൽ നമ്മൾ അയച്ച് ക്ലീൻ ആക്കി തരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ബ്ലോവർ ഉപയോഗിച്ച് അതിൻ്റെ അകത്തുള്ള പൊടിയെല്ലാം പറത്തിക്കളയും. അതിൻ്റെ അകത്തുള്ള തുണി കൊണ്ട് നനഞ്ഞ തുണി കൊണ്ട് വൃത്തിയാക്കാൻ പറ്റില്ല എന്ന് മാത്രം പൊടിയെല്ലാം ഞങ്ങൾ പറത്തിക്കളയും. എല്ലാ പൊടിയും എടുത്ത് കളയും. ഇനി ആ ബ്ലോവർ കൊണ്ട് ആ കെട്ടിക്കെടുക്കുന്ന കണ്ണി കാണാത്ത പൊടിയെല്ലാം നമ്മളൊന്ന് പറത്തിക്കളയാം. അതിനുശേഷം നമുക്ക് വാക്യൂം ചെയ്ത് എല്ലാം ഒന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞു. അതാണ് മെയിനുള്ള പണി. വാക്യൂമാണ് നമ്മുടെ പണിയിൽ പ്രധാന പണി. വാക്യൂമിങ്, റൂമിലുള്ള എല്ലാ പൊടിയും പെറുക്കി എടുക്കലാണ് വാക്യൂമിങ്. ആ പണി എടുത്തെങ്കിൽ നമ്മളെ പണി കഴിഞ്ഞു. ഇപ്പോൾ ബ്ലോവറിൻ്റെ പണി കഴിഞ്ഞ് നമുക്കിനി വാക്യൂം ആക്കാം, വാക്യൂം സെറ്റാക്കാം. എന്നിട്ട് എല്ലാ പൊടിയും വലിച്ചെടുക്കാം. കണ്ട പൊടി വരുന്ന കണ്ട, ആ കപ്പാട്ട് വെച്ച ആ ഭാഗം തന്നെ നോക്ക്, ഇങ്ങനെ ആയാലും നോക്ക്. അതെല്ലാം നമുക്ക് വൃത്തിയാക്കാം, പ്രശ്നമില്ല, ടെൻഷനാക്കണ്ട, ക്ലീനാക്കാം. കണ്ട വാക്യൂം കൊണ്ട് കണ്ട പൊടിയെല്ലാം എത്ര ആ മൂലന്ന് വരെ പൊടി വരുന്നുണ്ട്. കണ്ട കപ്പാട്ടിൻ്റെ അടിഭാഗം കണ്ട വരുന്ന കണ്ട എല്ലാം ക്ലീനായിട്ട് വരും. ഒരു പൊടി വരെ എവിടെ നിൽക്കില്ല. കട്ടിൻ്റെ അടിഭാഗം കണ്ട ഈ കപ്പാട്ട് വെച്ചിട്ട് ആ ഗ്യാപ്പിലെല്ലാം കണ്ട എത്ര പൊടി തങ്ങി നിൽക്കുന്നുണ്ട്. അതെല്ലാം വാക്യൂമിലേ വരും. കാണുന്നുണ്ടല്ലോ, അതാ പൊടി വരുന്നുണ്ട്. ശരിക്കും നോക്കിയത് വേണ്ട, പൊടികളെല്ലാം കറക്റ്റായിട്ട് എല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പണികളുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ മടിക്കേണ്ട. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ സ്ക്രോളിംഗ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ കാസർഗോഡും മംഗലാപുരത്തും നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മൊത്തം ചെയ്യുന്നുണ്ട്. കണ്ണൂർ വരെ എത്തണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കാം. മംഗലാപുരത്തും കാസർഗോഡ് ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മളൊരു കമ്പനി ആയിട്ട് തുടങ്ങണമെന്ന് ഞങ്ങളെ ആഗ്രഹം. ഓക്കെ, ഇത് പണി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കട്ടിലിൻ്റെ മേലെ ബെഡ് കൊണ്ടുവച്ചു, അതിന് മുകളിൽ ബെഡ്ഷീറ്റ് വിരിച്ച് വെച്ചു, കർട്ടൻസ് എല്ലാം ഫിറ്റ് ചെയ്തു. ഫാനെല്ലാം നോക്കിക്കോളൂ. ഇത് വീണ്ടും ഒന്ന് കാണിച്ചു തരാം. അവസാന വട്ട വ്യൂ ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയുണ്ടെന്ന്. കണ്ട സീലിംഗ് എല്ലാം എങ്ങനെയുണ്ട്, വൃത്തിയായില്ലേ, ലൈറ്റ് നോക്കിക്കോളൂ. എങ്ങനെയുണ്ട് ഫോട്ടോസ് എല്ലാം ഫിറ്റ് അങ്ങനെ റീസെറ്റ് ചെയ്ത് വെച്ചു. കപ്പാട്ടെല്ലാം നോക്കിക്കോളൂ, എങ്ങനെ സെറ്റായില്ല നോക്കിയേ. ഓക്കെ, ഇങ്ങനെ എല്ലാം റീസെറ്റ് ചെയ്ത് വെച്ചു, അറേഞ്ച് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് കൊടുത്തെങ്കിൽ വീണ്ടും നമ്മൾ നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ബൈ.